ഇന്ന് നമുക്കൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. എന്നിട്ട് അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3 കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കറിവേപ്പിലയും ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് റോസ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് 2 പൊട്ടറ്റോ കുക്ക് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ കുക്കറിലാണ് കുക്ക് ചെയ്തത്. 3 വിസിലാവുമ്പോഴത്തേക്കും കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും. കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പൊട്ടറ്റോ എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അതിലോട്ട് തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഗരം മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും ഈ പൊട്ടറ്റയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വരും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഇത് മാറ്റാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്